ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചില്ല. അദ്ദേഹം ഇതേത് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വളരെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, ഗഗൻയാൻ്റെ പ്രാധാന്യം, ഇന്ത്യ ഇനി എടുക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം, ബഹിരാകാശ ദൗത്യം, റെയിൽ ഗതിശക്തി, അങ്ങനെ അത്തരത്തിൽ ഈ സർക്കാർ എടുത്തു വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായി എടുത്തു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് കുറച്ചും കൂടി വിശാല അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. ഗഗൻയാനായാലും റെയിൽ ഗതിശക്തി ആയാലും ഒക്കെ ഇനി വരാൻ പോകുന്ന വലിയ പദ്ധതികൾ, രാജ്യം കാത്തിരിക്കുന്ന വലിയ പദ്ധതികളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്ടെന്നുണ്ടായൊരു സാധാരണഗതിയിൽ ഇത്തരം വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പക്ഷേ ഇന്ന് ഇന്ത്യ നടത്തിയ വലിയ ആക്രമണത്തിൻ്റെ തിരിച്ചടിയുടെ അതിനെക്കുറിച്ച് ഒരു പക്ഷേ പ്രധാനമന്ത്രി വിശദീകരിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. കാരണം ഒരുപക്ഷെ നേരത്തെ വിക്രം മിശ്ര കൂടി, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര കൂടി പറഞ്ഞത് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ല, പകരം കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ഇനി വിശദീകരിക്കാമെന്നുള്ളതാണ്. ഒരുപക്ഷേ ഇന്ത്യ കുറച്ചും കൂടി വ്യക്തമായി കൂടുതൽ തെളിവുകളുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി സുവ്യക്തതയോടെ കാര്യങ്ങൾ പറയാനായിട്ട് ഒരുപക്ഷേ സൈനിക തലത്തിലെല്ലാം അല്ലെങ്കിൽ ആഭ്യന്തര തലത്തിലൊക്കെ ആളുകൾ, കൂടുതൽ ഉന്നത തലത്തിലുള്ള ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയും ആ ഒരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഒരുപക്ഷെ ഇന്ത്യയുടെ തിരിച്ചടിയെപ്പറ്റി പ്രധാനമന്ത്രി വിശദീകരിക്കുന്നില്ല, പകരം വലിയ പദ്ധതികൾ, വലിയ ഇന്ത്യ ആഗോളതലത്തിൽ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ നടത്താൻ പോകുന്ന ബഹിരാകാശ പദ്ധതികളടക്കം ആ രൂപത്തിലേക്കാണ്, റെയിൽ ഗതിശക്തി അടക്കമുള്ള പദ്ധതികളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം വിശദീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും അതുണ്ടായില്ല എന്ന് വേണം ലക്ഷ്മി കാണാൻ.